ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ വചനം അതെങ്ങനെയാണ് ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടത്, കേൾക്കുന്ന വചനം മനസ്സിലാക്കേണ്ടത് ഇത്യാദി കാര്യങ്ങൾ അല്പമായി ചിന്തിച്ചു. ലോകത്തിലെ ഉണർവ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ജോൺ വെസ്ലി അമേരിക്കയിലെ ജോർജിയ കോളനിയിലെ തടവുകാരുടെ ഇടയിൽ പ്രവർത്തിച്ച ശേഷം താൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുമ്പോൾ ആ കപ്പൽ യാത്രയിൽ ബവേറിയയിൽ നിന്നും വന്ന ഏതാനും മൊറോവിയൻ മിഷണറിമാരുമായി അദ്ദേഹം സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ജോൺ വെസ്ലി, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ആ പ്രിയപ്പെട്ടവർ തന്നോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അഭിഷിക്തനായ ഒരു ആംഗ്ലിക്കൻ പുരോഹിതനാണ്. അദ്ദേഹം വളരെ പ്രൗഢോടെ മറുപടിയും പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ വീണ്ടും അവർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ആ യാത്രയിൽ അദ്ദേഹം വീണ്ടും ദൈവ വചനം പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ റോമാലേഖനം 8:16 നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു തുടങ്ങിയ ചില വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതേപോലെ തന്നെ 1 യോഹന്നാന്റെ ലേഖനം 5:10 ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ഇങ്ങനെ പല വാക്യങ്ങൾ തന്നെ ചിന്തിപ്പിച്ചു തുടങ്ങി. രക്ഷിക്കുന്ന വിശ്വാസമോ അതോ വെറുമൊരു ബുദ്ധിപരമായ വിശ്വാസമോ ഏതാണ് തനിക്കുള്ളത് എന്ന് താൻ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. യാക്കോബിന്റെ ലേഖനം 2:19 താൻ വീണ്ടും വായിച്ചു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് കാണുവാനിടയായി. അപ്പോൾ വെറുമൊരു വിശ്വാസമല്ല രക്ഷയ്ക്ക് ആധാരം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ അതിൻ്റെ 9-10 വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു തുടങ്ങിയ വാക്യങ്ങൾ എങ്ങനെയാണ് ഒരുവനിൽ ആ വിശ്വാസം പരിണമിക്കുന്നത് അല്ലെങ്കിൽ പരിണമിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജോൺ വെസ്ലി ദൈവ വചനത്തിൽ കൂടുതൽ താൻ വിശ്വസിക്കുകയും ആ വിശ്വാസം താൻ ഏറ്റെടുക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. വെസ്ലിയുടെ ഭാര്യ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു. എങ്കിലും താന് ഏതാണ്ട് 60-70 ഓളം മൈൽ കുതിരസവാരി ചെയ്തുകൊണ്ട് 54 വർഷം ശരാശരി 5000-ൽ പരം മൈൽ പ്രതിവർഷം യാത്ര ചെയ്ത് ഏകദേശം 2,70,000 മൈൽ ദൂരം സഞ്ചരിച്ച്, അഥവാ ഭൂമിയെ 12 പ്രാവശ്യം കപ്പലിൽ ചുറ്റുന്ന ദൂരം സഞ്ചരിച്ച അദ്ദേഹം ലോകത്തോട് സുവിശേഷം പ്രസംഗിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നൊരു പക്ഷെങ്കിൽ പ്ലെയിനുകളിൽ ലോകം മുഴുവനും അനേകർ ചുറ്റുന്നുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയാണ് എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഇപ്രകാരം താൻ വളരെ ശക്തമായി വിശ്വാസത്തിനു വേണ്ടി നിലനിന്ന ഒരു കർത്തൃദാസനായിരുന്നു ജോൺ വെസ്ലി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇന്നും, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു അതെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന്. ദൈവാകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ വചനം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അനേകരെ രൂപാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധയോടെ
ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ